പിരമിഡിന്റെ അകത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. ലോകാത്ഭുതങ്ങളിൽപ്പെട്ട മഹാപിരമിഡിന്റെ അകത്ത് കയറുമ്പോഴാണ് ശരിക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രഥമമായി നമ്മൾ കയറിയ ഈ വഴി ഇതിന്റെ ഒറിജിനൽ വഴിയല്ല. ഇത് മമ്മിയും ഇവിടുത്തെ സ്വർണ്ണമൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കള്ളന്മാരുണ്ടാക്കിയിട്ടുള്ള വഴിയാണ്. ഇന്ന് വിശദമായിട്ട് എങ്ങനെയാണ് ഗ്രേറ്റ് പിരമിഡിന്റെ ഉള്ളു എന്ന് നമ്മൾ കാണിക്കുകയാണ്. ഏതാണ്ട് നാട്ടിലെ 3000 രൂപ കൊടുക്കണം ഈ പിരമിഡിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി മാത്രം. ഇത്രയും വലിയൊരു തുക വയ്ക്കുന്നതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ദിവസവും 40,000 50,000 ആളുകൾക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് പിരമിഡ് എന്ന് പറയുന്നത്. ഇത് ഈ വഴിയിലൂടെ ഒരു സമയം ഒരാൾക്ക് മാത്രമേ ശരിക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം നൽകുക അസാധ്യമാണ്. അതുകൊണ്ടാണ് വലിയ തുക ഇവിടെ ഈ പിരമിഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത്. ഇത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും നല്ല ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു യഥാർത്ഥ വഴിയിലേക്ക് നമ്മൾ ചേരാൻ നിൽക്കുകയാണ്. കണ്ടോ, ഇവിടെ മുതൽ നമുക്കൊന്നുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വഴി കാണാൻ പറ്റും. 3 തുരങ്കങ്ങളാണ് പിരമിഡിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും മുകളിലാണ് മമ്മി വെച്ചിട്ടുള്ള കിങ്സ് ചേംബർ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് പിരമിഡിൻ്റെ ഡെപ്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിരമിഡിൻ്റെ ഒരു ഒറിജിനൽ വഴിയിലേക്ക് എൻ്റർ ചെയ്താണ്. സാമാന്യ റിസ്ക് ഉള്ളൊരു വഴി എന്ന് പറയുന്നതും ഇതാണ്. അത്യാവശ്യം നന്നായിട്ട് കുനിയാണ്. ഇങ്ങനെ ഒരു 40 മീറ്റർ ഇങ്ങനെ തന്നെ പോവാണ്ട്. പിരമിഡിൻ്റെ രണ്ടാമത്തെ ഒരു സ്ട്രക്ചറിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ കുത്തനെ കയറാനാണ്. ഈ ഭാഗത്ത് കയറുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ പോസിബിൾ ആണ്. നമുക്ക് നേരെ നിന്ന് കയറാൻ പറ്റും. മമ്മി വെച്ച ചേംബറിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് പിരമിഡിൻ്റെ ഉള്ള്, ഗ്രേറ്റ് മമ്മിയുടെ ചേംബർ. ഇതാണ് ഫറോവയുടെ ബോഡി വെച്ച സ്പേസ് എന്ന് പറയുന്നത്. മമ്മിയുടെ അടുത്ത് വന്ന് ഫറോവന്മാരുടെ ശവം അടക്കിയ സ്ഥലത്ത് വന്നിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ താഴെ കൂടെ ഇറങ്ങി വളരെ നാരോ ആയിട്ടുള്ളൊരു വഴിയിൽ കൂടെ വേണം നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കയറ്റം ഏതാണ്ട് അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് തവണ കയറിയത് കൊണ്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ആദ്യ തവണ കയറിയപ്പോൾ അല്പം റിസ്ക് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അനുഭവ പരിചിതനായി. ഈ ഒരു വിയർപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വിൻ്ററാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷെ അപ്പോഴും ഇതിൻ്റെ അകത്ത് ചൂടൊക്കെയാണ്. പക്ഷെ ഒരു റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ട എക്സ്പീരിയൻസ് ആണ്.